ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്നാണ് ഈദി അമീൻ അറിയപ്പെടുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ കരൾ പച്ചയ്ക്ക് കടിച്ചു പറിച്ചു തിന്നുന്ന, ശത്രുരാജ്യം സമാധാന ചർച്ചയ്ക്ക് അയച്ച നയതന്ത്ര പ്രതിനിധിയെ വലിയ ചെമ്പിലിട്ട് പുഴുങ്ങി തിന്ന ഭരണാധികാരി. യുഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നും ഈദി അമീൻ അറിയപ്പെടുന്നു. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിവിലിയൻ ഗവൺമെന്റിനെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കിയാണ് 1971 ഈദി അമീൻ എന്ന സൈനിക മേധാവി യുഗാണ്ടയുടെ ഭരണം പിടിച്ചെടുത്തത്. ഏകദേശം 3 ലക്ഷത്തോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന 8 വർഷം നീണ്ട നിഷ്ഠൂര ഭരണത്തിന്റെ തുടക്കമായിരുന്നു അത്. 6 അടി 4 ഇഞ്ച് ഉയരവും അതിന് വേണ്ടതിലേറെ വണ്ണവുമുള്ള ഭീമാകാര രൂപമായിരുന്നു ഈദി അമീൻ. വടക്കു പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ കോബോക്കോവിൽ ഒരു കാക്വ പിതാവിന്റെയും ലുഗ്ബറ മാതാവിന്റെയും പുത്രനായി 1925 ഈദി അമീൻ ദാദ പിറന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ അമീൻ 1946 ബ്രിട്ടീഷ് കോളനി പട്ടാളത്തിന്റെ ഒരു റെജിമെന്റായ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ ചേരുകയും അതിവേഗം സ്ഥാനക്കയറ്റങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. 1959 ഒരു കറുത്ത ആഫ്രിക്കക്കാരന് നേടാവുന്ന പരമോന്നത പദവിയായ FND സ്ഥാനത്തെത്തിയ അദ്ദേഹം തുടർന്ന് 1966 സൈനിക ശക്തികളുടെ കമാൻഡന്റായി നിയമിക്കപ്പെട്ടു. 70 വർഷത്തിലേറെ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം 1962 ഒക്ടോബർ 9 ഉഗാണ്ട സ്വതന്ത്രമാവുകയും മിൽട്ടൺ ഒബാട്ട രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉഗാണ്ടൻ സൈന്യത്തിന്റെ വലിപ്പവും അധികാരവും വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമായ സംഭാവനകൾ നൽകിയ അമീനുമായി സന്ധിയിലാവാൻ ഒബാട്ടെ 1964 നിർബന്ധിതനായി. ഏതാനും വർഷങ്ങൾക്കും തിരിച്ചറിയപ്പെടാത്ത 2 പരാജയപ്പെട്ട വധശ്രമങ്ങൾക്കും ശേഷം അമീനിൽ സംശയം തോന്നിയ ഒബാട്ടെ ഒരു കോമൺവെൽത്ത് സർക്കാർ തലവന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സിംഗപ്പൂരിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. 1971 ജനുവരി 25 ഒബാട്ടയുടെ അസാന്നിധ്യത്തിൽ അമീൻ തിരിച്ചടിക്കുകയും പട്ടാള അട്ടിമറിയിലൂടെ സർക്കാരിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതോടെ രാജ്യം വിട്ട് പലായനം ചെയ്യാൻ ഒബാട്ടെ നിർബന്ധിതനായി. ലോകത്തിന് അയാളെ ഭയമായിരുന്നു. അയാളുടെ കയ്യിൽ രാസായുധങ്ങളോ ആണവായുധങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നത് അയാളെ ഭീഷണി കുറഞ്ഞ ഭരണാധികാരിയാക്കിയില്ല. അമീനോട് വിയോജിപ്പ് പറഞ്ഞവരുടെ മൃതദേഹങ്ങൾ വെട്ടും കുത്തും വെടിയുമേറ്റ് ചീർത്ത് ചീഞ്ഞ് നൈൽ നദിയിലൂടെ ഒഴുകി നടന്നു. തന്റെ അടിച്ചമർത്തൽ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 3 ലക്ഷത്തോളം പൗരന്മാരുടെ കൊലപാതകത്തിന് അമീൻ ഉത്തരവാദിയാണ്. രാജ്യത്തിന്റെ സർവാധികാരിയും സേനാധിപതിയുമായിരിക്കുമ്പോഴും സ്വന്തം നിഴലിന് പോലും അയാൾ ഭയന്നിരുന്നു. സ്വന്തം കക്വ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വിശ്വസ്തരായ, ഭൂമിയിൽ തന്നോട് മാത്രം കൂറുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സൈനികരെ കൊട്ടാരത്തിലും ചുറ്റും കാവലിന് അദ്ദേഹം നിർത്തിയിരുന്നു. ഉറങ്ങുമ്പോൾ പോലും പട്ടാള വേഷമഴിക്കാൻ മടിച്ചു. ഒരു ഭരണാധികാരി എങ്ങനെയാകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈദി അമീൻ. 1979 ഉഗാണ്ടയിൽ നിന്നും പലായനം ചെയ്തവരും ടാൻസാനിയക്കാരും ചേർന്ന തലസ്ഥാനമായ കമ്പാലയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ തന്റെ നിഷ്ഠൂര ഭരണം അവസാനിപ്പിക്കുവാനും രാജ്യത്തു നിന്നും ഓടിപ്പോകാനും അമീൻ നിർബന്ധിതനായി. എന്നാൽ തന്റെ ഹീനമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അദ്ദേഹം ഒരിക്കലും വിചാരണയ്ക്ക് വിധേയനായിട്ടുമില്ല. 2003 അന്തരിക്കുന്നതുവരെ അദ്ദേഹം സൗദി അറേബ്യയിലാണ് ജീവിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.